ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവർഷമായ 1969 മുതൽക്കാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ദാദാ സാഹിബ് ഫാൽക്കെ എന്ന ദുരിരാജ് ഗോവിന്ദ് ഫാൽക്കെ ഭാരതീയ ചലച്ചിത്ര പിതാവായി ഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭയാണ്. 30 ഏപ്രിൽ 1870 മുതൽ 16 ഫെബ്രുവരി 1944 1913 ഇറങ്ങിയ രാജാ ഹരിശ്ചന്ദ്ര എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ കന്നി സംരംഭം. ഭാരതത്തിലെ ആദ്യ മുഴുനീള ഫീച്ചർ ചലച്ചിത്രമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. 95 ചിത്രങ്ങളും 26 ചെറുചിത്രങ്ങളും 11 വർഷ കാലയളവിലെ ചലച്ചിത്ര ജീവിതത്തിൽ ഫാൽക്കെ സംഭാവന ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ചിത്രങ്ങളാണ് മോഹിനി, ഭസ്മാസുർ, സത്യവാൻ, സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജനനം, കാളിയമർദ്ദനം എന്നിവ. 1969 ഭാരത സർക്കാർ ദാദാ സാഹിബ് ഫാൽക്കെയെ ആദരിച്ചുകൊണ്ട് തുടങ്ങിയ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഈ പുരസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ്. ഭാരതീയ ചലച്ചിത്രത്തിന് നൽകപ്പെടുന്ന ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഈ അവാർഡ് നൽകുന്നത്. ഫാൽക്കെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഒരു പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചത്. ജെ സ്കൂൾ ഓഫ് ആർട്സിലും ബറോഡയിലെ കലാഭവനിലും പഠിച്ചു. പിന്നീട് ആർക്കിടെക്ചറും അഭ്യസിച്ചു. പെയിന്റിങ്ങിലും നാടക അഭിനയത്തിലും മാജിക്കിലും താൽപ്പര്യം. അച്ചടിശാല തുടങ്ങിയ ഫാൽക്കെ സിനിമയിലേക്ക് തിരിഞ്ഞു. പ്രഥമ ഇന്ത്യൻ കഥാചിത്രം രാജാ ഹരിശ്ചന്ദ്ര 1913 നിർമ്മിച്ചു. ഭസ്മാസുര മോഹിനി, ഗംഗാവതാരം, സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജന്മ, സേതുബന്ധനം തുടങ്ങി 100ഓളം ചിത്രങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ചു.